ഈശോയുടെ തിരുസന്നിധിയിൽ അവിടുത്തെ തിരുമുഖം കണ്ട് ആരാധിക്കുന്ന ഈ സമയം പൂർണ്ണഹൃദയത്തോടെ അവിടുത്തെ നമുക്ക് ആരാധിക്കാം. ഇന്നത്തെ പരിശുദ്ധ കുർബാനയുടെ മധ്യയുള്ള വായനയിൽ നമ്മളത് വായിച്ചു കേട്ടു. ഒരു ഫരിസേയൻ കർത്താവിനോട് ചോദിക്കുന്നുണ്ട്, എന്താണ് ഏറ്റവും പ്രധാനപ്പെട്ട കൽപ്പന? ഈശോ ആ മകനോട് പറഞ്ഞു, നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണാത്മാവോടും സർവശക്തിയോടും കൂടി സ്നേഹിക്കുക. ഇതാണ് ഏറ്റവും പരമവും പ്രധാനവുമായ കൽപ്പന. പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ തിരുസന്നിധിയിലായിരിക്കുമ്പോൾ അവിടുത്തെ ഛായയിലും സാദൃശ്യത്തിലും അവിടുന്ന് നമ്മളെ സൃഷ്ടിച്ച് അവിടുത്തെ സ്നേഹം കൊണ്ട് നിറച്ച് നമ്മളെ വിശുദ്ധീകരിച്ച ദൈവം, ആ ദൈവത്തിന് നമുക്ക് കൊടുക്കാനുള്ളത് നമ്മുടെ ഹൃദയമാണ്. പൂർണ്ണ ഹൃദയത്തോടെയുള്ള ആരാധനയാണ്. കർത്താവേ, പാപിയും ബലഹീനവും രോഗിയുമായ ഞാൻ അങ്ങയുടെ തിരുസന്നിധിയിലായിരിക്കുമ്പോൾ അങ്ങേക്ക് എനിക്ക് നൽകാനുള്ളത് എൻ്റെ ഹൃദയം മാത്രം. ആ ഹൃദയം തുറന്ന് അങ്ങേ ആരാധിക്കുക മാത്രമാണ് എനിക്ക് ചെയ്യാൻ പറ്റുക. കർത്താവേ, ഈ ലോകത്തിലുള്ള വസ്തുക്കളേക്കാൾ, ഈ ലോകത്തിലുള്ള വ്യക്തികളേക്കാൾ കർത്താവെ, പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ അങ്ങേ ആരാധിക്കുന്നു, ഞാൻ അങ്ങേ സ്തുതിക്കുന്നു, ഞാൻ അങ്ങേ മഹത്വപ്പെടുത്തുന്നു, ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. സ്നേഹം നിറഞ്ഞ ഈശോയെ, അങ്ങേ തിരുഹൃദയത്തിൽ എന്നെ മറയ്ക്കണമേ. അങ്ങേ തിരുമുറിവുകളിടയിൽ എന്നെ കാത്തുകൊള്ളണമേ. എൻ്റെ ജീവിതത്തെ പൂർണ്ണമായി അങ്ങയുടെ തിരുസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് പ്രിയമുള്ളവരെ, നമുക്കെല്ലാം ഒന്നു ചേർന്ന് ശിരസ്സ് നമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നിത്യസ്തുതിക്ക് യോഗ്യനായ പരമ പരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് എന്നും എപ്പോഴും എന്നെ സ്നേഹത്തോട് ചേർത്ത് പിടിക്കുന്ന പരമ പരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് ഈശോയുടെ തിരുസന്നിധിയിലായിരിക്കുന്ന ഈ ഒരു നിമിഷം, പ്രിയമുള്ളവരെ, നമ്മളെപ്പോഴും നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മളെക്കുറിച്ചുള്ള പല ചിന്തകളും നമ്മളെ ബുദ്ധിമുട്ടിക്കാറുണ്ട്. മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് എന്ത് വിചാരിക്കും, മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് എന്ത് ചിന്തിക്കും തുടങ്ങിയ കാര്യങ്ങളൊക്കെ പലപ്പോഴും നമ്മളെ അലട്ടാറുണ്ട്. നമ്മൾ പലപ്പോഴും ആശ്രയിക്കുന്നതും നമ്മൾ പലപ്പോഴും നോക്കുന്നതും ഈ ലോകം നമ്മളെക്കുറിച്ച് എന്ത് കരുതുന്നു, ഈ ലോകം നമുക്ക് എന്ത് വില തരുന്നു, ഈ ലോകത്തിൻ്റെ മുൻപിൽ ഞാൻ ആരാണ്. നമ്മളെ കണ്ടെത്താനും തിരിച്ചറിയുവാനുള്ള നമ്മുടെ പരിശ്രമങ്ങളിലെല്ലാം പ്രിയപ്പെട്ടവരെ, നമ്മൾ വീണു പോകുന്ന ഏറ്റവും വലിയൊരു ചോദ്യം ഞാൻ ആരാണ് എന്നുള്ളതാണ്. എൻ്റെ വില എന്താണ് എന്നുള്ളതാണ്. എൻ്റെ ഐഡൻറ്റിറ്റി എന്താണ് എന്നുള്ളതാണ്. നമ്മുടെ പല പ്രവർത്തനങ്ങളിലും നമ്മുടെ പല പ്രയത്നങ്ങളിലും നമ്മൾ പരിശ്രമിക്കുന്നത് എന്താ? മറ്റുള്ളവരെന്നെക്കുറിച്ച് നല്ലത് പറയണം, മറ്റുള്ളവരുടെ മുൻപിൽ, മറ്റുള്ളവരുടെ മനസ്സിൽ, അവരുടെ ഉള്ളിൽ എന്നെക്കുറിച്ചൊരു നല്ല ഇമേജ് ഉണ്ടാകണം, മറ്റുള്ളവർക്ക് എന്നെക്കുറിച്ച് നല്ല അഭിപ്രായം ഉണ്ടാകണം, മറ്റുള്ളവരുടെ മുൻപിൽ അവർ എനിക്ക് നിലയും വിലയും തരത്തക്ക രീതിയിലുള്ള ഒരു ജീവിതം കെട്ടിപ്പടുക്കണം. അപ്പോൾ അതിനുവേണ്ടി ഏതറ്റം വരെയും പോകാൻ പലപ്പോഴും നമ്മൾ തയ്യാറാകും. നമ്മുടെ ജീവിത മൂല്യങ്ങളെ നമ്മൾ കോംപ്രമൈസ് ചെയ്തേക്കാം, നമ്മുടെ വിശുദ്ധിയെ നമ്മൾ കോംപ്രമൈസ് ചെയ്തേക്കാം, നമ്മുടെ സുവിശേഷത്തെ നമ്മൾ മാറ്റിവെച്ചേക്കാം, നമ്മുടെ വിശ്വാസത്തെ നമ്മൾ മാറ്റിവെച്ചേക്കാം. നമ്മുടെ മുൻപിലുള്ള പ്രയോറിറ്റി എന്തായിട്ട് മാറുന്നു? ഈ ലോകത്തിൻ്റെ പ്രീതി നേടുക എന്നുള്ളതായിട്ട് തീരുകയാണ്. യഥാർത്ഥത്തിൽ ഒരു വ്യക്തിക്ക് സ്വന്തം ഐഡൻറ്റിറ്റി എന്താണ് എന്നറിയാമെങ്കിൽ, ഒരു വ്യക്തിക്ക് താൻ ആരാണെന്നും തൻ്റെ വ്യക്തിത്വം എന്താണെന്നും താൻ വിളിക്കപ്പെട്ടിരിക്കുന്നതും നിയോഗിക്കപ്പെട്ടിരിക്കുന്നതും എന്തിനു വേണ്ടിയാണെന്നും തിരിച്ചറിയാന്നിടത്ത് എല്ലാ കൺഫ്യൂഷൻസും മാറ്റി നിർത്തപ്പെടുക. അറിയാൻ പറ്റാത്ത ഇടങ്ങളിലാണ് പ്രിയമുള്ളവരെ നമ്മൾ സ്ട്രഗിൾ ചെയ്യുന്നത്. ഞാൻ എവിടെ നിൽക്കണം, ഞാൻ ആരോട് ചേരണം, ഏത് ഗ്രൂപ്പിൻ്റെ ഭാഗമാകണം, ഏത് ആശയങ്ങളുടെ, ഏത് ഐഡിയോളജി ഞാൻ സ്വീകരിക്കണം എന്നൊക്കെയുള്ള പല കൺഫ്യൂഷൻസിൽ നമ്മൾ വീണു പോകുന്നത് കൊണ്ടാണ്. മാധ്യമങ്ങളിലൂടെയും സമൂഹ മാധ്യമങ്ങളിലൂടെയും കൂട്ടുകാരിലൂടെയും ലോകത്തിൻ്റെ പല കോണുകളിൽ നിന്ന് പല ആശയങ്ങൾ ഉരുത്തിരിഞ്ഞ് വരുമ്പോൾ ഞാൻ ഏത് പക്ഷം ചേരണം എന്നുള്ള ചിന്തകളൊക്കെ നമ്മൾ അലട്ടുന്നുണ്ടാവാം. ഈശോയുടെ തിരുസന്നിധിയിലായിരിക്കുന്ന ഈ ഒരു നിമിഷം, ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, നിങ്ങൾ ലോകത്തിൻ്റെ ഏത് കോണിലിരുന്ന്
ഈ ആരാധനയിൽ പങ്കെടുക്കുമ്പോഴും നമ്മളോട് തന്നെ നമുക്ക് ചോദിക്കാം, ലോകം എന്നെക്കുറിച്ച് എന്ത് വിചാരിക്കുന്നു? ഒരുപക്ഷേ ഞാൻ കൊള്ളില്ല എന്ന് ലോകം പറയുന്നുണ്ടാവാം, ചുറ്റുമുള്ളവർ പറയുന്നുണ്ടാവാം. എന്നെക്കുറിച്ച് ഒരു ഗുണവുമില്ല, ഒരു കാര്യവുമില്ല എന്ന് പറയുന്നുണ്ടാവാം. എനിക്ക് കഴിവില്ലെന്ന് പറയുന്നുണ്ടാവാം. ഞാൻ മോശക്കാരനാണ്, മോശക്കാരിയാണെന്ന് പറയുന്നുണ്ടാവാം. അതല്ലെങ്കിൽ എന്നെക്കൊണ്ടൊരു ഉപകാരമില്ല, എനിക്ക് അർഹതയില്ല, എനിക്ക് യോഗ്യതയില്ല, ഞാൻ കാണാൻ കൊള്ളാത്തൊരു വ്യക്തിയാണ്, കഴിവില്ലാത്തൊരു വ്യക്തിയാണ് തുടങ്ങിയ പല കാര്യങ്ങളും ലോകം പറയുന്നുണ്ടാകാം. അതല്ലെങ്കിൽ ലോകം പറയുന്നതായിട്ട് നമ്മൾ ചിന്തിക്കുന്നുണ്ടാകാം. ഇനി പ്രിയമുള്ളവരെ, നമുക്ക് നമ്മളോട് തന്നെ ചോദിക്കാം, എന്നാൽ ദൈവത്തിൻ്റെ കണ്ണിൽ ഞാൻ ആരാണ്? ദൈവസന്നിധിയിൽ എൻ്റെ വില എന്താണ്? ദൈവത്തിന് ഞാൻ എങ്ങനെയുള്ള ഒരു വ്യക്തിയാണ്? ഈശോയുടെ തിരുസന്നിധിയിലായിരിക്കുന്ന ഓരോ നിമിഷവും ഏറ്റവും ആത്യന്തികമായിട്ട് പ്രിയമുള്ളവരെ, ആരൊക്കെ എന്നെ വെറുത്താലും, ആരൊക്കെ എന്നെ തള്ളിപ്പറഞ്ഞാലും എൻ്റെ കർത്താവ് എന്നെ നോക്കി പറയുന്നുണ്ട്, നീ എനിക്ക് പ്രിയപ്പെട്ടതാണ്, നീ എനിക്ക് വിലപ്പെട്ട വ്യക്തിയാണ്, നീ എനിക്ക് അമൂല്യമാണ്, നീ എനിക്ക് ബഹുമാന്യനാണ്, ബഹുമാന്യയാണ്. ഞാനാണ് നിന്നെ പേര് ചൊല്ലി വിളിച്ചത്, നീ എൻ്റേതാണ്. ആരെങ്കിലും എന്നെ കൂട്ടത്തിൽ കൂട്ടുവോ? അല്ലെങ്കിൽ ആരെങ്കിലും എനിക്ക് ഒരു ഐഡൻറ്റിറ്റി തരുമോ, ഒരു അഡ്രസ്സ് തരുമോ എന്ന് ചിന്തിക്കുമ്പോൾ പ്രിയമുള്ളവരെ, നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നമുക്കൊരു ബോധ്യമുണ്ടാകണം, ഞാൻ ആരുടെയാണ്? ഞാൻ ക്രിസ്തുവിൻ്റേതാണ്. അത് ആർക്കും എന്നിൽ നിന്ന് എടുത്തു കളയാൻ പറ്റുന്നൊരു കാര്യമല്ല. ഐ ബിലോങ് ടു ഗാഡ്. ഞാൻ ദൈവത്തിൻ്റെ സ്വന്തമാണ്. ആരൊക്കെ എന്നെ വേണ്ടെന്ന് പറഞ്ഞാലും എൻ്റെ ഈശോ എന്നെ നോക്കി പറയും, യു ആർ മൈ ബില്ലവഡ്. നീ എൻ്റെ പ്രിയപ്പെട്ടവളാണ്, പ്രിയപ്പെട്ടവനാണ്. നീ എനിക്ക് അമൂല്യനാണ്, അമൂല്യയാണ്, ബഹുമാന്യനാണ്, ബഹുമാന്യയാണ്. പെറ്റമ്മ നിന്നെ മറന്നാലും ഞാൻ നിന്നെ മറക്കില്ല എന്ന് പറയുന്ന കർത്താവ്. നിന്റെ പേര് എൻ്റെ ഉള്ളം കൈയിൽ ഞാൻ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്ന് പറയുന്ന കർത്താവ്. നമ്മുടെ ജീവിതം ഒരു യാദൃശ്ചികമായി സംഭവിച്ചതെന്നല്ല, പിന്നെയോ അവിടുത്തെ സ്നേഹത്തിൽ നിന്നും അവിടുത്തെ കൈകൊണ്ട് മെനഞ്ഞെടുത്തതാണ് എന്നെ എന്ന് എഫേസോസ് 2:10 നമ്മൾ വായിക്കുന്നുണ്ട്. നാം ദൈവത്തിൻ്റെ കരവേലയാണ്. സങ്കീർത്തനം 139 വായിച്ചാൽ നമുക്കറിയാം എത്രമാത്രം കരുതലോടെ, എത്രമാത്രം സ്നേഹത്തോടെയാണ് എൻ്റെ ദൈവം എന്നെ മെനഞ്ഞെടുത്തത്. എത്ര ആഴത്തിൽ കർത്താവിന് എന്നെ അറിയാം. എൻ്റെ ചുറ്റുമുള്ളവരെന്നെ മനസ്സിലാക്കുന്നില്ല, അവരെന്നെ കേൾക്കുന്നില്ല, അവരെന്നെക്കുറിച്ച് ശ്രദ്ധിക്കുന്നില്ല, അവരെൻ്റെ കൂടെ നിൽക്കുന്നില്ല, അവരെന്നെ തിരിച്ചറിയുന്നില്ല, എൻ്റെ വേദന മനസ്സിലാക്കുന്നില്ലെന്ന് പറയുമ്പോൾ വചനം പറയാണ്, ഒരു വാക്ക് നിൻ്റെ നാവിലെത്തുന്നതിന് മുൻപേ ഞാനതറിയുന്നു. നിൻ്റെ അമ്മയുടെ ഉദരത്തിൽ നിനക്ക് രൂപം തന്നത് ഞാനാണ്, നിൻ്റെ മെനഞ്ഞത് ഞാനാണ്, നിൻ്റെ ദിവസങ്ങൾ എനിക്കറിയാം എന്ന് കർത്താവ് പറയുക. പലപ്പോഴും പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാവരും നമ്മുടെ ഐഡൻറ്റിറ്റി തേടുന്നത്, നമ്മുടെ ജീവിതത്തിൻ്റെ നിയോഗവും മൂല്യവും തേടുന്നത് തെറ്റായ ഇടങ്ങളിലാണ്. എനിക്ക് എൻ്റെ ജീവിതത്തിൻ്റെ മൂല്യം തരാൻ പറ്റാത്ത, എൻ്റെ ജീവിതത്തിൻ്റെ ഐഡൻറ്റിറ്റി തരാൻ കഴിയാത്ത, എൻ്റെ ജീവിതത്തിൻ്റെ നിയോഗം കുറിക്കാൻ കഴിയാത്ത ലൗകികമായ കാര്യങ്ങളിലാണ് പലപ്പോഴും നമ്മൾ നമ്മുടെ ജീവിതത്തിൻ്റെ നിയോഗം തേടുന്നത്. നമുക്ക് ഫലമായിട്ട് പിന്നെ കിട്ടുന്നത് അവിടുന്ന് ശൂന്യത മാത്രമാണ്. അതുകൊണ്ടാണ് ഈ ലോകത്തിൻ്റെതായ വസ്തുക്കൾക്ക് നമുക്ക് സംതൃപ്തി തരാൻ പറ്റാത്തത്. മദ്യപാനമോ മയക്കുമരുന്നോ മറ്റ് ആസക്തികളോ സുഖലോലുപതകളോ ഒന്നും മനുഷ്യന് സംതൃപ്തി തരുന്നില്ല, അവനൊരു ഫുൾഫിൽമെൻ്റ് കൊടുക്കുന്നില്ല. അതുകൊണ്ടാണ് ഇതൊക്കെ ഉണ്ടെങ്കിലും എന്തോ തൻ്റെ ഉള്ളിൽ മിസ്സിങ് ആണ്, ശൂന്യതയാണെന്ന് അവന് മനസ്സിലാക്കാൻ പറ്റുന്നത്. എന്നാൽ ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കുന്ന ഓരോ വ്യക്തിക്കും അറിയാൻ പറ്റും, എൻ്റെ ദാഹവും എൻ്റെ വിശപ്പും എല്ലാം ശമിപ്പിക്കുന്ന ജീവൻ്റെ അപ്പം എൻ്റെ കർത്താവാണ്. എനിക്കിനി ദാഹിക്കില്ല, എനിക്കിനി വിശക്കില്ല, കാരണം എൻ്റെ എല്ലാമായ ഈശോയെ ഞാൻ തിരിച്ചറിഞ്ഞു. ദാഹിച്ചിട്ട് വെള്ളം കോരാൻ വന്ന സമരിയാക്കാരി സ്ത്രീ തൻ്റെ കുടം ആ കിണറിൻ്റെ കരയിൽ ഉപേക്ഷിച്ചിട്ട് ഓടിയത് ജീവൻ്റെ ഉറവയെ അവൾ തിരിച്ചറിഞ്ഞത് കൊണ്ടാണ്. 1 യോഹന്നാൻ 3:1 നമ്മൾ വായിക്കുന്നില്ല, കണ്ടാലും എത്ര വലിയ സ്നേഹമാണ് ദൈവം നമ്മോട് കാണിച്ചത്. ദൈവമക്കൾ എന്ന് നാം വിളിക്കപ്പെടുന്നു, നാം അങ്ങനെയാണ് താനും. നമ്മൾ എത്രമാത്രം ദൈവസന്നിധിയിൽ വിലയുള്ളവരും വിലപ്പെട്ടവരുമാണെന്ന് തിരിച്ചറിയണം പ്രിയമുള്ളവരെ. കർത്താവ് എന്നെ എത്രമാത്രം കരുതുന്നുണ്ട് എന്ന് ഞാൻ തിരിച്ചറിയണം. ഇനി മുതൽ ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ അന്തസ്സ് കണ്ടെത്തേണ്ടത്, മൂല്യം കണ്ടെത്തേണ്ടത്, വില കണ്ടെത്തേണ്ടത് ഈ ലോകം എനിക്ക് തരുന്നതിലല്ല,
സമ്പത്തിലല്ല, സൗന്ദര്യത്തിലല്ല, ജോലിയിലല്ല, പഠനത്തിലല്ല, എനിക്ക് നേടാൻ കഴിഞ്ഞതിലല്ല, എനിക്കുള്ള സർട്ടിഫിക്കറ്റുകളിലല്ല, പിന്നെയോ എൻ്റെ ജീവിതത്തിൻ്റെ ആഴവും അർത്ഥവും അടങ്ങിയിരിക്കുന്നത് കർത്താവിലാണെന്ന് തിരിച്ചറിയുമ്പോൾ അതിനെ എടുത്തു മാറ്റാൻ ആർക്കും പറ്റില്ല. തലയെടുപ്പോട് എനിക്ക് ജീവിക്കാൻ പറ്റും. കാരണം ഞാൻ ക്രിസ്തുവിൻ്റേതാണ് എന്നുള്ള ബോധ്യത്തിലാണ് ഞാൻ ജീവിക്കുന്നത്. നിങ്ങൾ എന്നെക്കുറിച്ച് എന്ത് പറഞ്ഞാലും ശരി, എന്നെക്കുറിച്ച് എന്ത് വിചാരിച്ചാലും ശരി, നിങ്ങൾക്ക് എന്നെക്കുറിച്ചുള്ള എന്ത് ധാരണയാണെങ്കിലും ശരി, ഞാൻ എൻ്റെ ഈശോയുടേതാണ്. ആ ഈശോ എന്നെ സ്നേഹിക്കുന്നു, ആ ഈശോ എന്നെ വിലമതിക്കുന്നു, ആ ഈശോ എന്നെ കരുതുന്നു. യോഹന്നാൻ 14:18 ഞാൻ നിന്നെ അനാഥയായിട്ട് ഒരിക്കലും വിടില്ല. ഞാൻ നിൻ്റെ നല്ല ഇടയനാണ്. നിനക്ക് വേണ്ടി ജീവൻ ബലി കഴിക്കുന്ന നിൻ്റെ നല്ല ഇടയനാണ് ഞാൻ. നീ നഷ്ടപ്പെട്ടു പോകുമ്പോൾ എൻ്റെ പ്രാണൻ വെടിഞ്ഞും നിന്നെ തേടി വരുന്ന നിൻ്റെ യഥാർത്ഥ സുഹൃത്ത് ഞാനാണ് എന്ന് കർത്താവ് പറയുക. നമ്മളൊക്കെ പലയിടത്തു നിന്നും നമ്മളെ ആരെങ്കിലും ഒന്ന് കേട്ടിരുന്നെങ്കിൽ, നമ്മളെ ആരെങ്കിലും ഒന്ന് തിരിച്ചറിഞ്ഞിരുന്നെങ്കിൽ, നമ്മുടെ വേദനയൊന്ന് മനസ്സിലാക്കിയിരുന്നെങ്കിൽ, നമ്മളെ ആശ്വസിപ്പിക്കുവാൻ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ എന്നൊക്കെ പലപ്പോഴും നമ്മൾ വിചാരിക്കുമ്പോൾ, പ്രിയമുള്ളവരെ, നമ്മൾ വീണ്ടും വീണ്ടും ഈ ലോകത്തിലേക്കാണ്, വ്യക്തികളിലേക്കാണ് നോക്കുന്നത്. എന്തുകൊണ്ട് ആദ്യമേ നമുക്ക് ഈശോയുടെ കരുണാവാനായ കർത്താവിൻ്റെ സന്നദ്ധിയിലേക്ക് ഓടിച്ചെന്നുകൂടെ? ഈശോയുടെ സന്നദ്ധിയിലേക്ക് ഓടിച്ചെന്ന് മുട്ടുകുത്തി എനിക്ക് പറയാൻ പറ്റണം, ഈശോയെ എന്നെ കേൾക്കണമേ. ഈശോ, എനിക്ക് നിന്നോട് ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. എന്നെ കേൾക്കാൻ, എന്നെ സ്നേഹിക്കാൻ, എന്നെ ചേർത്ത് പിടിക്കാൻ എൻ്റെ കർത്താവ് ഈ ദിവ്യകാരുണ്യത്തിൽ ആയിരിക്കുകയാണ്. എനിക്ക് വേണ്ടിയാണ് കർത്താവ് ദിവ്യകാരുണ്യത്തിൽ കാത്തിരിക്കുന്നത്. എനിക്ക് വേണ്ടിയാണ് കർത്താവ് ഈ അപ്പമായിട്ട് മാറിയത്. എന്നെ സ്നേഹം കൊണ്ട് നിറച്ച്, എന്നെ സ്നേഹത്തിൽ ചാലിച്ചെടുത്ത്, സ്നേഹത്തോട് ചേർത്ത് പിടിച്ചിട്ട് എൻ്റെ ഈശോ പറയുന്നുണ്ട്, നീ എൻ്റേതാണ്, നീ ഈ ലോകത്തിൻ്റേതല്ല, നീ എൻ്റേതാണ്, യു ആർ മൈൻ. പിന്നെ എന്തുകൊണ്ടാണ് പ്രിയമുള്ളവരെ വീണ്ടും വീണ്ടും നമ്മൾ ലോകത്തിലേക്ക് ഓടിപ്പോകുന്നത്? ഈ ഒരു കരുണയുടെ മണിക്കൂറിൽ പ്രിയമുള്ളവരെ, നമ്മുടെ എല്ലാ വേദനകളും സങ്കടങ്ങളും ഈശോയ്ക്ക് കൊടുക്കാം. നമ്മുടെ എല്ലാ ദുഃഖങ്ങളും എല്ലാ ഭാരങ്ങളും ഈശോയെ ഏൽപ്പിക്കാം. അവിടുന്ന് എനിക്ക് വേണ്ടി ദിവ്യകാരുണ്യത്തിൽ കാത്തിരിക്കുന്നുണ്ട്. അവിടുന്ന് എനിക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. ഞാൻ ഈശോയുടെ അടുക്കിലേക്ക് വരാൻ ഈശോ കാത്തിരിക്കുന്നുണ്ട്. എൻ്റെ സങ്കടങ്ങളും ദുഃഖങ്ങളും പങ്കുവയ്ക്കാൻ ഈശോ കാത്തിരിക്കുന്നുണ്ട്. ഈശോയുടെ ഹൃദയം വേദനിക്കുന്നുണ്ട്. ഓരോ പ്രാവശ്യവും ഞാൻ ദൈവസ്നേഹത്തെ തിരിച്ചറിയാതെ പോകുമ്പോൾ, ഞാൻ ദൈവത്തിൻ്റേതാണെന്ന് തിരിച്ചറിയാതെ പോകുമ്പോൾ, എൻ്റെ ജീവന് വിലയില്ലെന്ന് ഞാൻ കരുതുമ്പോൾ, എന്നെ ആർക്കും വേണ്ട എന്ന് ഞാൻ വിചാരിക്കുമ്പോൾ, എന്നെ ആർക്കും ഇഷ്ടമല്ല എന്ന് ഞാൻ വിചാരിക്കുമ്പോൾ, എനിക്ക് യാതൊരു കഴിവുമില്ല, യോഗ്യതയില്ലെന്ന് ഞാൻ വിചാരിക്കുമ്പോൾ, ഈശോയുടെ കരുണ നിറഞ്ഞ ആ ദിവ്യകാരുണ്യം ഹൃദയം വേദനിക്കുന്നുണ്ട്, നുറുങ്ങുന്നുണ്ട്. ഈശോനോട് പറയുന്നു, കുഞ്ഞെ, ഞാൻ നിനക്ക് വേണ്ടി കാത്തിരിക്കുന്നു, സ്നേഹത്തോടെ കാത്തിരിക്കുന്നു. ഒരപ്പൻ്റെ ഹൃദയത്തോടെ, ഒരമ്മയുടെ ഹൃദയത്തോടെ എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി കാത്തിരിക്കുന്നു. നമ്മുടെ എല്ലാ പ്രാർത്ഥനകളെയും നിയോഗങ്ങളെയും ഈശോയുടെ സന്നദ്ധിയിൽ സമർപ്പിച്ച് അവിടുത്തെ കരുണയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ലോകമാസമുള്ള എല്ലാ പാപികളും ഞങ്ങളുടെ കരുണക്കടലിൽ ഞങ്ങൾ മുക്കിയെടുക്കുന്നു. ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ. കരുണാസമ്പന്നനായ കർത്താവേ, എല്ലാ പാപികളെ മനസ്സാന്തരത്തിലേക്ക് നയിക്കണമേ. അവിടുത്തെ പരിശുദ്ധ മണവാട്ടിയായ തിരുസഭയെ സ്നേഹത്തിൽ കാത്തുകൊള്ളണമേ. വിശുദ്ധിയിലും ഐക്യത്തിലും സാഹോദര്യത്തിലും സഭയെ ചേർത്ത് നിർത്തണമേ. സഭയെ നയിക്കുന്ന അജപാലകരെയും കർത്താവെ അവിടുത്തെ പരിശുദ്ധാത്മ അഭിഷേകത്താൽ നിറയ്ക്കണമേ. സ്നേഹം നിറഞ്ഞ കർത്താവെ, ഞങ്ങളുടെ കുടുംബ ബന്ധങ്ങളെ അവിടുത്തെ സ്നേഹം കൊണ്ട് നിറയ്ക്കണമേ. ഞങ്ങളുടെ കുടുംബത്തിൽ കർത്താവെ അവിടങ്ങേ കാരുണ്യം നിറയ്ക്കണമേ. ഞങ്ങളുടെ കുടുംബ ബന്ധങ്ങളിൽ നിന്ന് എല്ലാ കലഹങ്ങളും ഭിന്നതകളും അസ്വസ്ഥതകളും അങ്ങ് എടുത്തു മാറ്റണമേ. ക്ഷമിക്കുവാനുള്ള കൃപ തന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കർത്താവെ, ജീവിത ക്ലേശങ്ങളാൽ ഞങ്ങൾ വലയുമ്പോൾ, രോഗങ്ങളാൽ ഞങ്ങൾ വലയുമ്പോൾ കർത്താവെ ഞങ്ങളെ സൗഖ്യപ്പെടുത്തണമേ. രോഗികളുടെ മേൽ കർത്താവ് അങ്ങയുടെ സൗഖ്യമൊഴുക്കണമേ. ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിൽ ബുദ്ധിമുട്ടുന്നവർ, ജീവിതത്തിൽ തടസ്സങ്ങൾ അനുഭവിക്കുന്നവരെ അങ്ങ് കർത്താവെ വിശുദ്ധിയിലേക്ക്, വിജയത്തിലേക്ക് നയിക്കണമേ. ഇവിടെ തിരുസന്നിധിയിൽ അവിടുത്തെ കരുണയുടെ ആശീർവാദം ഏറ്റെടുക്കുവാനായിട്ട് നമുക്ക് മുട്ടിന്മേലായിരിക്കാം. കരങ്ങളെ മാറോട് ചേർത്ത് വെച്ച് ഈശോയെ ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നുവെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവിടുത്തെ ആശീർവാദം നമുക്ക് ഏറ്റെടുക്കാം.
പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ,